കോടതി തീർത്തോണ്ട് ഇവരും പറഞ്ഞു. അങ്ങനെ തന്നെ കോടതി തീർക്കട്ടെ. ഞങ്ങൾ ചാടിച്ചു കോടതി തന്നെ പോവുക. ഒരു 2 പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തരാൻ ഞങ്ങൾ ദേഷ്യപ്പെട്ട ചാടിച്ചു വിടുവാർക്ക് എന്ത് അക്രമവും നടത്താൻ എന്ത് എഴുതി പിടിപ്പിക്കും. നമസ്കാരം. ഓരോ ദിവസവും സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇങ്ങനെ എത്രയെത്ര നാടകീയ രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷിയാകേണ്ടി വരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്തൊരവസ്ഥയാണ്. പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസുകാരുടെ വായിലിരിക്കുന്നത് നല്ലതുപോലെ കേട്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന രേണുസുധിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ രേണുസുധി ഇത്രയും നാളും സോഷ്യൽ മീഡിയയിൽ കിടന്നായിരുന്നു പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വഴിയിലിറങ്ങിപ്പോലും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കരയുന്നുണ്ട്, ഭയങ്കര വിഷമത്തോടു കൂടിയിട്ട് അഭിനയിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുധി അതുൽ വ്ലോഗ്സിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു കേസ് കൊടുത്തത്. അതുൽ വ്ലോഗ്സ് യൂട്യൂബിലൂടെ അപമാനിക്കുന്നു, ബോഡി ഷേമിങ് ചെയ്യുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് അതുലിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തു. അപ്പോൾ അതുൽ ഇങ്ങനെയൊന്നും പറഞ്ഞത് കൊണ്ടല്ല കേസ് കൊടുത്തത്. കേസ് കൊടുക്കാൻ വേറെ കുറേ കാര്യങ്ങളുണ്ട്. അതുൽ വ്ലോഗ്സ് ചില നിഗൂഢ സത്യങ്ങളൊക്കെ തന്നെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പ്രത്യേകിച്ച് രേണുസുധിയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പ്, ആ ബിഷപ്പിനെ ചുറ്റിയുള്ള കുറെ കാര്യങ്ങൾ, ആ ബിഷപ്പ് പണിഞ്ഞ ഒരു പള്ളി, അതൊക്കെ തന്നെ തട്ടിപ്പാണ്, കോടികൾ തട്ടിപ്പ് നടത്തി, അങ്ങനെ കുറെ സത്യങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരെ കൊണ്ടുപോയി കേസ് കൊടുത്തതാണ്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും എതിരെ കൊണ്ടുപോയി കേസ് കൊടുക്കണമല്ലോ. കാരണം എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ രേണുസുധിക്കെതിരെ നല്ല രീതിയിൽ റിയാക്ഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ കേസ് കൊണ്ട് കൊടുത്തു. അപ്പൊ അതുൽ വ്ലോഗ്സ് ചാനലിലൂടെ പറഞ്ഞിരുന്നു, എനിക്കെതിരെ കേസ് കൊടുത്തു, ഞാൻ ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോവാണ്. ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി തിരിച്ചു വന്ന് ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ അതുൽ വ്ലോഗ്സ് പറഞ്ഞു, പോലീസുകാരെല്ലാം നോക്കി ചെക്ക് ചെയ്തു, വീഡിയോസ് ഒക്കെ കണ്ടു, ഞാൻ മോശമായിട്ടൊന്നും പറയാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ തിരിച്ചയച്ചു. പോലീസുകാർ അങ്ങനെയാണല്ലോ, ഒരാൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അന്വേഷിച്ചിട്ട് ആ കംപ്ലൈന്റിൽ കഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ആക്ഷൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇന്ന് പിന്നെയും അതുൽ വ്ലോഗ്സിനെതിരെ കേസ് കൊടുക്കാൻ പോയപ്പോൾ രേണുസുധിയുടെ സഹോദരിയാണ് കാണുന്നത്, ചേച്ചിയെയും പോലീസുകാർ ഇറക്കി വിട്ടു. ചുമ്മാതെ അനാവശ്യമായിട്ട് ആവശ്യമില്ലാത്ത കുറെ പരാതികളൊക്കെ കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും പോലീസുകാർ ഇറക്കി വിടും. അതിനുശേഷം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാവപ്രകടനങ്ങളും അഭിനയവും പേക്കൂത്തുമാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പൊ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് കണ്ടിട്ട് വരാം. ഒരു 2 പെണ്ണുങ്ങളെന്നുള്ള ഇതുപോലെ തരാൻ ഞങ്ങൾ ദേഷ്യപ്പെട്ട ചാടിച്ചു വിടുവാർക്ക് എന്ത് അക്രമവും നടത്താൻ എന്ത് എഴുതി പിടിപ്പിക്കാം. ഞാനൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഫോട്ടോ മൊത്തം നാണം കെട്ടു. ഇനിയിപ്പോ ഒരു ജീവനല്ലേ, അതൊന്ന് പോയാലും കുഴപ്പമില്ല. ഇതിന് എന്നാണേലും ഞങ്ങൾക്ക് നീതി കിട്ടിയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ നേരെ കോർട്ടിൽ പോകും. ഞങ്ങളിവിടെ വന്ന് പേടിപ്പിച്ചു വിടുക. ഞങ്ങളെ ദേഷ്യപ്പെട്ട് ഞങ്ങൾ അവരുടെ കാര്യം ഇവിടെ വന്ന കാര്യം പോലീസുകാർ ദേഷ്യപ്പെട്ട് വിടുക. അത് കോർട്ട് തീരുമാനിച്ചാൽ മതി. പോലീസുകാർക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ലെന്ന്. സ്വന്തം കുഴി സ്വയം തോണ്ടുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാണിപ്പോൾ രേണുസുധി കാണിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടുന്ന ഭാവപ്രകടനങ്ങൾക്കും പേക്കൂത്തുകൾക്കുമൊക്കെ എതിരെയാണ് എല്ലാ റിയാക്ഷൻ യൂട്യൂബേഴ്സും വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയോട് പേഴ്സണൽ ആയിട്ടുള്ള വൈരാഗ്യമോ ദേഷ്യമോ ആർക്കുമില്ല. രേണുസുധി കുറെ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നു, പ്രകടനങ്ങൾ നടത്തുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാ യൂട്യൂബേഴ്സും കാണിക്കുന്നത്. അപ്പൊ അതിനെതിരെ 2 സ്ത്രീകൾ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേക്കും അതുലിനെ പിടിച്ച് ജയിലിൽ ഇടുമെന്ന് രേണുസുധി വിചാരിച്ചു. അതുലിന്റെ വായടപ്പിക്കാം, അങ്ങനെ അതുലിന്റെ വായടയ്ക്കുന്നതോട് കൂടിയിട്ട് ബാക്കിയുള്ളവരെ വായടപ്പിക്കാം, അങ്ങനെ രേണുസുധി കരുതി കാണും. പക്ഷേ രേണുസുധിക്ക് തെറ്റി. ചുമ്മാ അനാവശ്യമായിട്ടൊരു കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല, ജാമ്പവാന്റെ കാലമൊന്നുമല്ല, അല്ലെങ്കിൽ വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. പോലീസുകാർ അന്വേഷിച്ചിട്ട് കഴമ്പില്ല എന്നുണ്ടെങ്കിൽ തള്ളിക്കളയും. അതുകൊണ്ടാണ് പോലീസുകാർ ഇറക്കി വിട്ടത്. പോലീസുകാർ ഇറക്കി വിട്ടോ എന്നുള്ളത് ദൈവത്തിന് അറിയാം. ഇപ്പൊ വന്ന് പ്രകടനങ്ങൾ നടത്തുകയാണ്, അഭിനയിച്ച് കാണിക്കണ്ടായോ? 2 സ്ത്രീകളെ പോലീസുകാർ ഇറക്കി വിട്ടു. അയ്യോ, ജനമൈത്രി പോലീസുകാരായിരുന്നത്രേ. ജനമൈത്രി പോലീസുകാര് ഒരു രീതിയിലുള്ള മൈത്രിയും കാണിക്കാതാണത്രേ രേണുസുധിയെയും സഹോദരിയെയും ഇറക്കി വിട്ടത്. നമ്മൾ ജനമൈത്രി എന്ന് പറയുന്ന ഇടത്തുനിന്ന് പ്രതീക്ഷിക്കുന്നത്. ചങ്ങനാശ്ശേരി ശരിക്കും ദേഷ്യപ്പെട്ട് ഞങ്ങളുടെ അടുത്ത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. അത് എന്താണ് സംഭവം? ഞങ്ങൾ പരാതിക്കാരാണ്.
പക്ഷെ ഞങ്ങൾ ദേഷ്യപ്പെട്ട എന്തിനാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെട്ടത്? കറക്റ്റ് രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ചെയ്തത്. നമുക്ക് ഇത് കണ്ടിട്ടൊന്നുമല്ല രേണുസുതി കരയുന്നത്. നമുക്കൊരു നിയമത്തിന് നമ്മൾ എന്താ പറയാ ബഹുമാനിക്കുന്നോണ്ടാണ് നമ്മൾ പോയത്. നമ്മൾ അവിടെ പരാതി കൊടുത്തു. അപ്പൊ നമ്മുടെ അടുത്ത് ദേഷ്യപ്പെടുമ്പോ നമ്മൾ പെണ്ണുങ്ങളാണ്. ഒരു എന്താ ജോസ് നിന്ന് ദേഷ്യപ്പെടുവാണ്, ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുവാണ്. എന്ത് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതുലിനെ പൊക്കിയെടുത്ത് പറയുക വന്നിട്ട് ഞങ്ങളല്ലേ പരാതിക്കാര് അല്ലേ? ഞങ്ങൾക്ക് നീതി വേണ്ടേ? പിന്നെ ഞാൻ 10 കെട്ടിയാലും 12 കെട്ടിയാലും ഇവന്മാർക്ക് എന്നതിന് എന്റെ മരിച്ചുപോയ എന്റെ സുതിച്ചേട്ടനും ഇല്ല പ്രശ്നം. ഇനിയിപ്പോ ഈ പറഞ്ഞ ആരോപണത്തിലുള്ള ആർക്കും പ്രശ്നമില്ല, ആർക്കും പ്രശ്നമില്ല. പിന്നെ ഇത് കുത്തിപ്പൊക്കാൻ ഇവനാരാ? CBI-യോ എന്റെ ഈ പുറകെ നടക്കാൻ? ഇവനെ ആരും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ പുറകെ? ഇതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ഒരു കോലും പിടിച്ചോണ്ട് പോകറാന്ന് പറഞ്ഞ് എന്റെ പുറകെ എന്തിനാണ് ഇവ നടക്കുന്നത്? ഈ കാണിക്കുന്ന അഭിനയം ആൽബത്തിലും ഷോർട്ട് ഫിലിമിലും ഒക്കെ കാണിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയേനെ. സ്വന്തം ജീവിതത്തിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് നല്ല ഭാവത്തോടു കൂടിയിട്ടും നവരസങ്ങളെല്ലാം മുഖത്ത് വന്ന് അഭിനയിക്കുന്നുണ്ട്. എന്നാൽ ആൽബത്തിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമിൽ വരുന്ന സമയത്ത് മാത്രം അഭിനയമില്ല. സ്വന്തം ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാം, നല്ലതുപോലെ അഭിനയിക്കാൻ അറിയാം. ഇവർക്കും കോടതിയിൽ പോയാൽ പോരെ? കോടതിയിലും കൂടി പോകും. ഇനി കോടതിയുടെ വായിലിരിക്കുന്നതും കൂടി കേൾക്കാനാണെന്നുണ്ടെങ്കിൽ കോടതിയിലൂടെ പൊക്കോ, ഒരു വിഷയമില്ല. ആരെയാണ് പേടിപ്പിക്കാൻ നോക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം രേണുസുധിയുടെ ഒരു വീഡിയോ കണ്ടു. ഫ്ലവേഴ്സ് ചാനലിൽ രേണുസുധി ആദ്യം വന്ന സമയത്തുള്ളൊരു വീഡിയോ ആണ്. അതായത് കൊല്ലസുധി രേണുസുധിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ആ എപ്പിസോഡിൽ വന്നിട്ട് രേണുസുധി പറഞ്ഞൊരു കള്ളം ഞാൻ കണ്ടുപിടിച്ചു. എന്താണെന്നറിയാമോ? ആ എപ്പിസോഡിൽ വന്നിട്ട് രേണുസുധി പറഞ്ഞു, ഞാൻ ഏവിയേഷൻ കഴിഞ്ഞതാണ്, എയർ ഇന്ത്യയിലും ഇൻഡിഗോയിലും ഒക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ ഇന്റർവ്യൂവിൽ രേണുസുധി പറയുന്നത് എന്താണ്? ഞാൻ ഏവിയേഷൻ ഒന്നും കംപ്ലീറ്റ് ആക്കിയില്ല, ആ സമയത്തായിരുന്നു കൊല്ലസുധി എന്നെ കല്യാണം കഴിച്ചത്, സുധിച്ചേട്ടനുമായിട്ടുള്ള കല്യാണം ആ സമയത്തായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അതിൽ തന്നെ ഇല്ലേ രേണുസുധി എന്ന് പറയുന്ന സ്ത്രീയുടെ കള്ളത്തരം? ആദ്യം ഒന്ന് പറയും, പിന്നെ വേറൊന്ന് പറയും, അതിനുശേഷം അത് തിരിച്ചു പറയും, തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമ്പോൾ ഇത് പബ്ലിക് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളെപ്പോലെയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് വായടച്ച് മിണ്ടാതെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് വെള്ളരിക്കാപ്പട്ടണം അല്ല. ഞങ്ങൾ സംസാരിക്കും, എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, സംസാര സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വെച്ചിട്ട് എല്ലാവരും വീഡിയോ ചെയ്യും. ആ വീഡിയോ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മിണ്ടാതെ വീട്ടിലിരുന്നാൽ പോരെ. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ തന്നെ നേരിടേണ്ടി വരും, കേൾക്കേണ്ടി വരും. ഇതുവരെ മധുര വ്ലോഗ്സ് രേണുസുധിയെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിൻ്റെതായിട്ടുള്ള സംസാര ഭാഷയിലും അയാളുടെ ശൈലിയിലുമാണ് പുള്ളിക്കാരൻ വീഡിയോ ചെയ്യുന്നത്. അത് ചിലർക്ക് ദഹിക്കണമെന്നില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതുവരെയും മോശപ്പെട്ട രീതിയിൽ രേണുസുധിയെ ചിത്രീകരിച്ചിട്ടില്ല. രേണു ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് എല്ലാ യൂട്യൂബേഴ്സും സംസാരിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ ആരും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യവും ഇതുവരെയും രേണുസുധിയെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. പിന്നെ രേണുസുധിയുടെ ഫസ്റ്റ് മാരേജിന്റെ കാര്യം, ആ ഫസ്റ്റ് മാരേജിന്റെ കാര്യം ഞങ്ങൾക്ക് സംസാരിക്കണമെന്ന് ഒരു താല്പര്യവും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? രേണുസുധി അത് ഹൈഡ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ്. രേണുസുധി അത് ഹൈഡ് ചെയ്ത് വെച്ചില്ല, അത് തുറന്നു പറയുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിക്കത്തില്ല, കുറ്റം പറയത്തില്ല. പിന്നെ അതിൽ ചൂണ്ടിക്കാണിച്ച ഒരു മെയിൻ വിഷയം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിലതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പള്ളി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സ്വയം പ്രഖ്യാപിത കള്ള ബിഷപ്പ്, ആ കള്ള ബിഷപ്പ് രേണുസുധിയുടെ ഒപ്പം കൂടിയിട്ടുണ്ട്. ആ കള്ള ബിഷപ്പിന്റെ പ്രമോഷൻ വരെ രേണുസുധി നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും വായടപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ ഒന്ന് വായടപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അവസാനം പവനായി ശവമായി. എന്ത് അക്രമവും നടത്താൻ എന്ത് എഴുതി പിടിപ്പിക്കാം. ഞാനൊന്നും പോകുന്ന ഒരു വ്യക്തിയല്ല. എന്റെ ഫോട്ടോ നമ്മുടെ പറഞ്ഞ കണ്ടേരും. പക്ഷേ ഞങ്ങൾ നമുക്ക് പാവങ്ങൾക്കും കാശുള്ളവനും നമ്മൾ നിയമം രണ്ടാക്കിയോ അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് നിയമത്തിൽ നല്ല വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമപരമായ രീതിയിൽ പോയത്. ദേഷ്യപ്പെടുന്ന പോലീസുകാരെല്ലാം കൂടെ ഒരുമിച്ച് ഒരു 2 പെണ്ണുങ്ങൾ വന്നാൽ ദേഷ്യപ്പെടണമെന്നാണോ? ഇത് എന്നെ പോലീസ് സ്റ്റേഷനടി ജനമൈത്രിയല്ലേ? എനിക്കറിയത്തില്ല ഇങ്ങനെ ദേഷ്യപ്പെടും. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഞാനൊരു വിധവയാണ്. എന്റെ അടുത്ത് അത് പോട്ടെ, ഈ മാക്സിമം ചെയ്യുന്നതിന്റെ മാക്സിമം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ അതിലൊന്നും പറഞ്ഞുകൊണ്ടൊന്നുമല്ല രേണുസുധി കരയുന്നത്. പരാതി കൊടുത്തു, അതിന്റെ പ്രകാരം പേടിച്ചിട്ടുമല്ല. കഴിഞ്ഞ ദിവസം ഷൂട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അവനിവിടെ വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം രേണുസുധി കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ അവന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളല്ലേ ഏൽപ്പിച്ചു എന്റെ ഈ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ വേണ്ടിയിട്ട്? ലോകത്ത് ഈ പറയുന്നവരൊക്കെ അയ്യോ ഭയങ്കര ആൾക്കാരായിരിക്കുമല്ലോ. ഞാൻ കാണിച്ചു ഈ 10 കെട്ടിലും പറഞ്ഞു, ഞാൻ ഈ നാളെ 10 കെട്ടിലും പറഞ്ഞു. നിങ്ങൾക്ക് എന്നാണ്, നിങ്ങൾക്ക് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്റെ ഈ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് CBI പോലെ? 10, 8, 12, 100 കെട്ട് ഒരു വിഷയമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കള്ളം പറയരുതെന്നേ ഉള്ളൂ, അതാണ് വിഷയം.
ജനങ്ങളുടെ മുമ്പിൽ വന്ന് പബ്ലിക്കായിട്ട് വന്ന് പബ്ലിക്കിനെ കബളിപ്പിക്കുന്ന രീതിയിൽ വഞ്ചിക്കുന്ന രീതിയിൽ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ഉറപ്പായിട്ടും ചോദ്യങ്ങൾ നേരിടാൻ തയ്യാറായിട്ടുള്ളവർ മാത്രമേ സോഷ്യൽ മീഡിയയിൽ വരാവുള്ളൂ. കാരണം സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് ഇപ്പം നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ എന്ത് കള്ളം പറഞ്ഞാലും നമ്മൾ എന്ത് വൃത്തികേട് കാണിച്ചാലും തോന്നിവാസം കാണിച്ചാലും ആരും ചോദിക്കാൻ വരത്തില്ല. അപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയലോഗ് അടിക്കാം, ഞാൻ എന്തും എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും, നിങ്ങൾ ചോദിക്കാൻ വരണ്ട. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്നാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ വരും. അതേ ഉള്ളൂ. ഈ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം പറയുക, അത് മാത്രം ചെയ്യുക. അല്ലാതെ കൊഞ്ഞണം കുത്തി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരാൾ വാലിഡ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉത്തരം പറയുക, അതെന്നുണ്ടെങ്കിൽ പറയാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുക. അതാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. പക്ഷെ രേണുസുതി സോഷ്യൽ മീഡിയയിൽ നിരത്തിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് കള്ളങ്ങളാണ്. ആ കള്ളങ്ങളെ മാത്രമാണ് ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ രേണുസുതി എന്ന് പറയുന്ന വ്യക്തിയെ അല്ല ചോദ്യം ചെയ്യുന്നത്. രേണുസുതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, രേണുസുതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, രേണുസുതി കാട്ടിക്കൂട്ടുന്ന കുറെ പ്രകടനങ്ങൾ, അതിനെ മാത്രമാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. അത് ഒരാളുടെ അഭിപ്രായമല്ല. ഇപ്പൊ ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ 99 പേരുടെയും അഭിപ്രായം അത് തന്നെയാണ്. ഒരേ ഒരാൾ മാത്രമായിരിക്കും, അല്ലെങ്കിൽ 1% ആൾക്കാർ മാത്രമാണ് രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണ്? രേണുസുതിയോടുള്ള ഹെയ്റ്റ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? രേണുസുതി മാത്രം ഉണ്ടാക്കിയെടുത്ത ഹെയ്റ്റാണ്. ഇപ്പോഴും വിധവ എന്ന് പറയുന്ന ആ ഒരു ലേബൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുവാണ്, ആ ഒരു കാർഡ് എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി നോക്കുവാണ്. വിധവയല്ലേ, സ്ത്രീയല്ലേ, സ്ത്രീ ആണെങ്കിലും വിധവയാണെന്നുണ്ടെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും കൊണ്ടൊരു കള്ളപ്പരാതി കൊടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അന്വേഷണം നടത്തിയല്ലോ. ഇപ്പം നിങ്ങൾ ആർക്കെതിരെയാണോ പരാതിപ്പെട്ടെ ആ വ്യക്തിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി, പോലീസുകാർ വിളിച്ചു വരുത്തി, പോലീസുകാർ അന്വേഷിച്ചു, ആ വ്യക്തിക്ക് പറയാനുള്ളത് കേട്ടു, എല്ലാം നോക്കി യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ല എന്ന് കണ്ടുകൊണ്ടാണ് വെളിയിൽ വിട്ടത്. ഇപ്പം ഇങ്ങനെ കടന്ന് പ്രകടനം നടത്തിയിട്ട് എന്ത് കാര്യം? നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ജെനുവിൻ ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം. മാക്സിമം ഹോണസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുക, അതാണ് ചെയ്യേണ്ടത്. അല്ല എല്ലാം മറച്ചു പിടിച്ച് എല്ലാം ഒളിച്ചു പിടിച്ച് കബളിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം എല്ലാ സത്യങ്ങളും പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നു കഴിയുമ്പോൾ ഇതുപോലെ പല ചോദ്യങ്ങളും നേരിടേണ്ടി വരും. അങ്ങനെ ചോദ്യങ്ങൾ നേരിടുന്ന സമയത്ത് ഇങ്ങനെ വന്ന് കൊഞ്ഞണം കുത്തിയിട്ടോ കരഞ്ഞു കാണിച്ചിട്ടോ കാർഡ് ഇറക്കിയിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല.